ആരാവൻ കോമാളിയെ പോലെ ഉണ്ടല്ലോ. അല്ല സാറേ, രാമസ്വാമി സാറാണോ? നമസ്കാരം സാറേ. രാമസ്വാമി വന്നല്ലോ, രാമസ്വാമി വന്നല്ലോ, രാമസ്വാമി വന്നല്ലോ, രാമസ്വാമി വന്നല്ലോ. രാമസ്വാമി ഒന്ന് വരൂ. രാമസ്വാമി സാർ വന്നല്ലോ, രാമസ്വാമി സാർ വന്നല്ലോ, രാമസ്വാമി സാർ വന്നല്ലോ. സാരിത വന്നല്ലോ, സാരിത വന്നല്ലോ, സാരിത വന്നല്ലോ. എന്താടാ പെർഫോമൻസ് കൂടുതലാണല്ലോ, എന്നെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ, അതുകൊണ്ട് എങ്ങനെ മര്യാദ കാണിക്കുന്നു. ചേച്ചി വസന്തി അവിടെ? അവള് വിറക് കൊണ്ടുവരാൻ പോയിരിക്കുക. അപ്പൊ സാമന്തി? പൂ പറിക്കാൻ പോയിരിക്കുക. ഒരാള് വിറക് വെട്ടാൻ പോയിരിക്കുന്നു, ഒരാള് പൂ പറിക്കാൻ പോയിരിക്കുന്നു. പിന്നെ നമ്മളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? വാടാ പോ. പിന്നെ നമ്മൾ ഇവരുടെ മോന്താണോ വന്നത്? സാറിനെ കുറിച്ച് ദേഷ്യം കൂടുതലാണല്ലോ. എന്താടാ അയാള് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ? എന്താ സാറേ ഇങ്ങനെ കോപിക്കുന്നത്? അത്രയ്ക്ക് ധൈര്യമുണ്ട് മുമ്പിൽ വന്ന് സംസാരിക്കാൻ? പിന്നാലെ പോയി സംസാരിക്കാൻ? നിന്റെ മോന്തകട്ട കാണണ്ട, നീ വന്നിരിക്കുന്നത് പ്രേതത്തിന്റെ അടുത്താ, നീ ജാഗ്രതയായിരിക്കണം. എന്തിനാ ദേഷ്യപ്പെടുന്നേ? അവരൊന്നും പറഞ്ഞില്ലല്ലോ. എടാ മത്തങ്ങ തലയാ, നമ്മൾ അവരെ മിരട്ടിയില്ലെങ്കിലേ അവര് നമുക്ക് പണി തരും, മനസ്സിലായോ? ആ കറുത്ത ആളെ കൊന്ന അവന്റെ രക്തം ഞാൻ കുടിച്ചോട്ടെ? വേണ്ട മോനെ വേണ്ട, ഒന്ന് സമാധാനി. ഹലോ 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 ഹലോ, എന്താ വേണ്ടെന്ന് പറയുന്നേ? എന്തോ കൊല്ലുന്നോ പിടിക്കുന്നോ പിഴിയുന്നോന്നൊക്കെ പറഞ്ഞു, എന്താ കാര്യം? ഒന്നുമില്ല, ഏതോ ഒരു എലി പ്രശ്നം ഉണ്ടാക്കുന്നെന്ന്, അതിനെ കൊല്ലാന്നാ പറയുന്നത്. കണ്ടില്ലേടാ എത്ര വലിയ ആളാണെന്ന്. എന്നാ ഒന്ന് കൊല്ലു നോക്കട്ടെ, എലിയെ കൊല്ല് കൊല്ല്. വേണ്ട വേണ്ടാന്ന് വെക്കുന്നവരും ആള് കത്തി കേറാൻ നോക്കുക. അല്ല, എല്ലാവരും കൂടി ചേർന്ന് നല്ല പ്ലാനാ ചെയ്തിരിക്കുന്നേ. എന്ത് പ്ലാനാ സാറേ? എടാ ഇത് നോക്കടാ, പ്ലാൻ എന്താണെന്ന് എത്ര താഴ്മയോടെ ചോദിക്കുന്നേ. പോത്തിനെ പോലെയുള്ള നിങ്ങൾക്ക് സാധിക്കാഞ്ഞിട്ടല്ലേ ഇവനെ വെച്ച് പ്ലാൻ ചെയ്യുന്നേ. എനിക്കെല്ലാം മനസ്സിലായടാ. ഗവൺമെന്റ് ജോലിയുള്ളവനെ വലിച്ചെടുത്തിട്ട് മൊത്തം തിന്നാനുള്ള പരിപാടിയല്ലേ? അതല്ലേ നിങ്ങളുടെ പ്ലാൻ? ഇവനെ വളയ്ക്കാനുള്ള കളിയല്ലേ നിങ്ങൾ കളിച്ച? അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണോ സ്വാമി? കണ്ടില്ലടാ, അല്പം മുമ്പ് വരെ രാമസ്വാമി സാറേന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ ബഹുമാനം കുറച്ച് സ്വാമിനാക്കി. ഇവരൊക്കെ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞതല്ലേ? അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല. പിന്നെ എന്തുദ്ദേശായിരുന്നു പറ? ഇവരുടെ ഈ തല്ലിപ്പൊളി പ്ലാനിനെ നീയും കൂട്ടുന്നില്ലേ? വന്നിരിക്കുന്നു. ഇത് നോക്ക്, ഇവൻ എന്റെ അടുത്ത് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ചരട് എന്റെ കയ്യിലാ ഉള്ളത്. എതിർത്ത് സംസാരിക്കുന്നത്, പിന്നെ തല ഇങ്ങനെ എന്ന് കാണിക്കുന്നത്, ഇങ്ങനത്തെ പരിപാടികളൊന്നും എന്നോട് വേണ്ട, പറഞ്ഞേക്കാം. അല്ല, വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ഇവൻ ആരാ? എപ്പ നോക്കുമ്പോഴും നാണം കുടുങ്ങിയിട്ട് എന്താ അത് വായില്? കയ്യിലെന്താ പിടിച്ചിരിക്കുന്നേ? ആരാടാ ഇവൻ? ഈ സ്ഥലത്തിന്റെ ഇവരെ കാണാൻ തന്നെ വേലക്കാരെ പോലുണ്ട്. ഇനിയൊരു വേലക്കാരന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ പോത്തിനെ പോലെ നോക്കി നിൽക്കാതെ അനിയത്തി പോയി കൂട്ടിക്കൊണ്ടുവന്നോടെ. അച്ഛാ, ഇതല്ലേ രാമസ്വാമി സാറ്? മെല്ലെ സംസാരിക്കേ, അല്ലെങ്കിൽ ദേഷ്യക്കാരനാ. ഇപ്പൊ കണ്ടില്ലടാ, നമ്മുടെ പദ്ധതി വർക്കൗട്ട് ആവുന്നുണ്ട്. കൊഴപ്പൂലടാ, ലഡ് പോലത്തെ പെണ്ണാടാ. എടാ, അത് വസന്തിയാ. എടാ, ഞാൻ സാമന്തിയെ പറഞ്ഞ്. എടീ സാമന്തി, നീ ഒന്ന് അങ്ങോട്ട് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തിനാ സാറേ? ലവ് ചെയ്ത എന്റെ ചേച്ചിയല്ലേ? ചോറ് എന്താന്ന് ഒരു വറ്റ അമർത്തി നോക്കിട്ടാണോ കണ്ടുപിടിക്കേണ്ടത്? വേണ്ട സാർ, 3 വേണമെങ്കിലും നോക്കാം. അല്ല, ഒന്നമർത്തി നോക്കിയാ മതി. ആ ഒന്ന് നീയാണ്. വാ, അപ്പുറത്തോട്ട് പോവാ. വാടി ചക്കരെ, എന്റെ മോളെ, പൊന്നു മോളെ, ഒന്ന് വന്നേ, ഒന്ന് നിന്നേ. നിന്റെ കൂടെ സെൽഫി എടുക്കാം ടച്ച് ഫോണില്. സാമന്തി, ഈ കാട് വിട്ട് പുറത്തു പോയിട്ടുണ്ടോ നീ? ഇല്ല സാർ. ആണോ? ഫസ്റ്റില് ജയിച്ചു. സെൽഫോണിൽ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? സെൽഫോൺ എന്താ അറിയില്ലേ? ഓഹോ, അപ്പൊ സെക്കൻഡിൽ നീ പാസ്സാ. എത്രാം തരം വരെ പഠിച്ചിട്ടുണ്ട്? 3ാമത്തേത് 3 തവണ വായിച്ചു. അപ്പൊ 3ാമത്തെ പാസ്സായല്ലോ. സാർ, എന്റെ ചേച്ചി ഇഷ്ടപ്പെട്ടോ? നിന്നെ ഇഷ്ടപ്പെട്ട? വാ വാ വാടി. നീ ഇല്ലാതെ എനിക്ക് എന്താടി ജോലി? അപ്പൊ ശരി, ഇവനെ കല്യാണത്തിന് സമ്മതിപ്പിക്കേണ്ടത് എന്റെ ജോലിയാ. കല്യാണത്തിന് ശേഷം ഇവനെ നിങ്ങൾ എങ്ങനെ നോക്കും പറയൂ? നന്നായി നോക്കിക്കോളാം. നന്നായി എന്ന് വെച്ചാ? വളരെ നന്നായി നോക്കിക്കോളാം. വളരെ നന്നായി എന്ന് വെച്ചാ? നന്നായി നോക്കുന്നല്ലേ പറഞ്ഞു. എന്നോട് കളിക്കാൻ വരണ്ട, അടിച്ചു പൊളിക്കും ഞാൻ. എടാ, ഇവരൊന്നും ശരിയാവില്ല. സാറേ, അങ്ങനെ ഒന്നും ഇല്ല, നിങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്യാം. അങ്ങനെ പറ, ഇപ്പഴാ ശരിയായത്. ഇത് നോക്ക്, ഇവന് പാട്ട്, ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ ഇഷ്ടമാണ്. ഇന്ന് മുതൽ അത് നിങ്ങളും പഠിക്കാൻ നോക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ പഠിപ്പിച്ചോളാം സാർ. പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാ പോരാ, നിങ്ങളും പഠിക്കണം. ശരി സാറേ. പ്രധാനമായും സാമന്തി, നീയാണ് ഇത് ആദ്യം പഠിക്കേണ്ടത്. മാത്രമല്ല, നാളെ നീ എന്റെ ഗസ്റ്റ് ഹൗസിലും വരണം, അതും രാത്രി. വന്നില്ലെങ്കിലുണ്ടല്ലോ, കല്യാണം നടക്കില്ല. ഇന്നത്തെ നിങ്ങളുടെ ജോലിയൊക്കെ തീർന്നു, ബാക്കി നാളെ നോക്കാം. എന്തിനാ മുഖം ഇങ്ങനെ വെച്ച് നിൽക്കുന്നത്? മര്യാദയ്ക്ക് വായ് തുറന്ന് സംസാരിക്കാം. ദാറ്റ്സ് ഗുഡ്. വാടാ, പോവാം.
ആ, ആ, ഏ, എന്താടാ? എടാ ജസ്റ്റ് എന്തോ ഒന്ന് മിസ് ചെയ്തടാ. ഒരു മിനിറ്റ് നിൽക്ക. ഫൈനൽ ടച്ചായി. എല്ലാവരും റെഡി ആയിക്കോ. ഇന്ന് പിടിച്ചോ. പിടിച്ചോന്നോ. ഇന്ന് നിനക്ക്. എടാ നീ അതൊക്കെ എന്തൊക്കെ വേണോടാ. ബാലരാജ് നമ്മുടെ ചേട്ടനെ കൊന്നത് വലിയ തെറ്റായി പോയി. സമയം കഴിഞ്ഞിരിക്കുന്നു. അവനെ തീർത്തേക്കാം. താറാവിൻ മുട്ടയവിച്ച് ചാരായം ഗ്ലാസ്സിലൊഴിച്ച് ഏതാടാ ഈ ഭ്രാന്തൻ? 14 തികൃതത്തിന്റെ ബാലരാജിന് പകരം ഇവനാണല്ലോ നടുക്ക് കയറി വരുന്നത്. അവനെ കണ്ടാലേ അറിയാം ഒരു പിരി ലൂസാന്ന്. പോടാ, നമ്മുടെ പ്ലാനെ വേസ്റ്റ് ആയി പോയി. ആരാടാ നിങ്ങളൊക്കെ ഈ റോട്ടിൽ എന്താ ചെയ്യുന്നേ? ഞങ്ങൾക്ക് വേണ്ടത് പാൽരാജിനെ. നീ ഇവിടെ നിന്ന് പോയേ. ബാലരാജ് എന്ന് പറഞ്ഞ് നിക്കാൻ പറഞ്ഞു. ഇപ്പൊ നിന്റെ പോവാൻ പറയുന്നേ? അല്ല, ഇത് പാൽരാജിന്റെ വണ്ടിയല്ലേ? നീ എങ്ങനെ ഇതേല്? നല്ല സമയമാണെങ്കിൽ ആരുടെ വണ്ടി ആരുടെ കയ്യിൽ വേണമെങ്കിലും വരും. ഇപ്പൊ അതല്ല പ്രശ്നം. നിങ്ങൾക്ക് അവന് എന്താ കുഴപ്പം? അത് നീ അറിയേണ്ട ആവശ്യമില്ല. നീ പോ. എനിക്ക് അവന് ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്താ പേഴ്സണല്? പേഴ്സണലാ? നീ എന്തിനാ അതറിയുന്നേ? നീ ആദ്യം വെക്കോ. പോകണം. അവനൊന്ന് കൊടുക്കാനുണ്ട്. എന്തെങ്കിലും കൊടുക്കണോ? എടോ താനല്ലടോ, താൻ പോ. ഇത് നോക്ക് ചേട്ടാ, എനിക്കറിയാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബാലരാജ് ഞാനും ഒന്നാ. എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ തന്നോളൂ. ഇവനെ കൊണ്ട് തോറ്റ്. തന്നോളൂ. അവൻ ചെയ്തതിന് നിനക്കെന്തിനാ ശിക്ഷ? നിങ്ങൾക്ക് അവനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. അവൻ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ അവൻ ഈ നിലയിലെത്താൻ ഞാനാ കാരണം. ഞാൻ പറയാതെ അവനൊന്നും ചെയ്യില്ല ചേട്ടാ. തരാനാ പറഞ്ഞ. അപ്പൊ ഞങ്ങൾ എന്തിനാ കാട്ടിലിട്ട് അടിച്ചത്? അയ്യോ അതാണ്, അത് ഞാൻ പറഞ്ഞിട്ട് അടിച്ചേ. അയ്യോ ചേട്ടാ. അപ്പൊ അന്ന് കഴിച്ചിരി ചേട്ടനെ അടിക്കാൻ പറഞ്ഞതോ? അയ്യോ അതും ഞാൻ പറഞ്ഞിട്ടാ ചെയ്ത. ഞാനാണ്. അയ്യോ അതെ, ശരി നിങ്ങൾ തന്നെയാണ്. ഞാൻ തന്നെ അവൻ എന്നോട് ചോദിച്ചിട്ട് ചെയ്യാറ്. നിങ്ങൾ തരാനുള്ള തന്നോളൂ. അവന്റെ കുടി ഞാനാ. എന്റെ കയ്യിൽ തന്നോളൂ. ഇവന് തന്നെ കൊടുക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ വെച്ചേക്കില്ല. എന്റെ അമ്മേ, ബാലരാജിന് കൊടുക്കാന്ന് പറഞ്ഞത് ഇതായിരുന്നോ? മുൻപേ അറിയായിരുന്നെങ്കിൽ വേണ്ടാന്ന് പറയായിരുന്നു. എന്റെ അമ്മേ. ഹലോ, ഒന്ന് നിന്നേ. എനിക്ക് തരാന്ന് പറഞ്ഞതെങ്കിലും തന്നിട്ട് പോ. നീ അല്ലേ മേടിച്ചോണ്ടിരുന്നേ, എന്നിട്ടും മതിയായിട്ട്. ഇതൊക്കെ എനിക്കാണോ? ഇത് കൊടുക്കാനുള്ളതല്ലടാ. അടിച്ച് നിങ്ങൾ എന്റെ ഫ്യൂസ് ആടാ ഊരിയത്. പുതിയ വണ്ടിയാ, എവിടെ പോയെന്തോ, ഇനിയും കാണുന്നില്ല. എന്താടാ മുഖത്ത് അമ്മേ, വണ്ടിക്കൊന്നും പറ്റില്ലല്ലോ. ഓ ഭാഗ്യം, വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല. എടാ അല്ല, നീ എന്തോ മേടിക്കാൻ പോയതല്ലേ? മേടിച്ചോ? എന്തേ, നിനക്കും വേണ? ഫ്രണ്ടിനോട് ചോദിക്കാൻ പാടില്ലല്ലോ, തന്നാ മേടിക്കാം. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക്, തരാം. എന്താ സർപ്രൈസാ? അതേടാ. ശരി. കണ്ണ് നന്നായി അടച്ചല്ലോ അല്ലേ? ഇപ്പൊ കണ്ടോ നീ? എന്തിനാ അടിക്കുന്നത്? ഇതാടാ അവന്മാര് തന്നേ. അയ്യോ എടാ, ഇത്ര ദിവസം എന്റെ പേര് ഉപയോഗിച്ചിട്ട് ഒരു ദിവസങ്ങളിൽ നിനക്ക് ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വളരെ ആഗ്രഹിച്ചു ഒരു പ്രാവശ്യം നിന്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. എന്റെ ബോഡി ഗാരേജിലാ. എന്താടാ ഉണ്ടായ? ആ കള്ളന്മാര് ശരിക്കും തന്നു എനിക്ക്. രാമസ്വാമി, എന്റെ പേര് പറഞ്ഞപ്പോ നിനക്ക് അടി കിട്ടിയല്ലേ? പാവോടാ നീ, എന്റെ ചങ്ക. ആ സാമന്തി സെറ്റ് ചെയ്ത് തന്നിട്ട് നീ കടൊക്കെ വിട്ടിയാ മതി. പോടാ, ഞാൻ അങ്ങനെ താളൊന്നുമല്ല. അങ്ങനെയാണോ? എന്നാ വിട്ടേക്ക്. പോടാ, വേഗം പോ. എടാ നോക്കിക്കോ, നീ സെറ്റ് ചെയ്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തോളാം ട്ടാ. എന്റെ അമ്മേ.